ഈ ബ്ലോവർ ഒന്ന് കൊടുക്കുക. അപ്പം നമ്മൾ കാണിച്ചാൽ ഇത് കൂട്ടാനും പറ്റും, കുറയ്ക്കാനും പറ്റും. പിന്നെ പെർഫോമൻസ് നിങ്ങൾ കണ്ടില്ലേ, ഒറ്റ നോട്ടത്തിൽ ഗ്യാസിന്റെ അടുപ്പ്. പക്ഷെ ഇത് ഗ്യാസിന്റെ അടുപ്പല്ല. ഇങ്ങനെ ഒരു വിറകടുപ്പിന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതിന്റെ കമ്പനിയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക്, ചെറുവണ്ണൂർ, മധുര ബസാറിലുള്ള നാർ വുഡ് സ്റ്റൗവിന്റെ കമ്പനി ഒന്ന് കണ്ടുനോക്കിയാലോ നമുക്ക്. ഇതാണ് നമ്മൾ പറഞ്ഞത്, ഗ്യാസ് അടുപ്പല്ല, കൺട്രോൾ വരുന്ന ഗ്യാസ് അടുപ്പിനെ പോലത്തെ വിറകടുപ്പ്. അതും 3 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞ ഒരു 8 മണിക്കൂർ പക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം. വിത്ത് വാറണ്ടി കാർഡോടെ കൊടുക്കണം, അതും 6 മാസത്തെ വാറണ്ടി. കാറ്ററിംഗിന് ആയിക്കോട്ടെ, ഹോട്ടലിക്ക് ആയിക്കോട്ടെ, പൊറാട്ടക്കല്ല് മുതൽ എല്ലാ ഐറ്റം അടുപ്പുകളും അതും വിറകിൽ 300-400 ഡിഗ്രി ടെമ്പറേച്ചർ കയറിയാൽ പോലും അനങ്ങാത്ത കാസ്റ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ അടുപ്പുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 24 മണിക്കൂർ വരും 32 മണിക്കൂർ ഉപയോഗിച്ചാലും ഈ സാധനത്തിന് കുലുക്കം പോലും സംഭവിക്കില്ല. അതാണ് നാർ വുഡ് സ്റ്റൗവിൻ്റെ പ്രത്യേകത. അത് ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഉപയോഗിച്ച ആൾക്കാർക്ക് അതിന് പ്രത്യേകം പറയാനും ഇല്ല. പുതിയ ആൾക്കാർക്ക് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് മാത്രമേ. 5-6 കൊല്ലം മുമ്പ് പരീക്ഷണം ചെയ്ത സംഭവമായത്. ഇതൊരു 3 വർഷം കൊണ്ട് നമ്മൾ ഇത് പഠിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയ സംഭവമാണ്. അതായത് ഇതിന്റെ റൈറ്റ് നിന്ന് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് 40 ലിറ്റർ 30 ലിറ്റർ വെള്ളം തളിച്ചുകൊണ്ട് വെക്കും. ഇതിൽ 30 കിലോ 40 കിലോ ബിരിയാണി, നെയ്ച്ചോറ്, വൈറ്റ് റൈസ് എല്ലാം വെക്കുന്ന ഒരു അടുപ്പാണിത്. ഇതിന് നമ്മൾ ഒരു 6 മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട്, ഫാനിനും കൺട്രോളിങ്ങിനായി. അപ്പോൾ അതായത് നമുക്ക് എന്ത് ഭക്ഷണമോ ഏത് ഹോട്ടലിലേക്കായാലും നമ്മളെ എല്ലാ ഹോട്ടലിലേക്കും നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 50 കിലോ 60 കിലോ 70 കിലോ നെയ്ച്ചോറ്, ബിരിയാണി എല്ലാം വെക്കുന്ന സിസ്റ്റമാണ്. ഇതാർക്ക് എപ്പോഴും വന്ന് എവിടെയും കൊണ്ടുപോകാൻ പറ്റിയ സാധനം. നമ്മളെല്ലാ ഹോട്ടലിലേക്കും നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഇതിൽ നമ്മൾ പൊറാട്ടക്കല്ലുണ്ട്, വലിയ അടുപ്പുകളൊക്കെ ഉണ്ട്. ചെറിയ കുഞ്ഞി സൈസ് മുതൽ വലിയ സൈസുള്ള അടുപ്പുകളൊക്കെ ഉണ്ട് ഇവരേല്. നമ്മളിതിൽ വിറക് ഉണങ്ങിയ വിറക് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം മേളിൽ കുറച്ച് വിറക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണെണ്ണ കറുപ്പൂർ ഒഴിച്ച് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബ്ലോവർ ആദ്യം തന്നെ നിങ്ങൾ ഓണാക്കാൻ പാടില്ല. ഇത് കണ്ടത് നിങ്ങൾ ഇതാ. അപ്പം എൻ്റെ പെർഫോമൻസ് കണ്ടില്ല നിങ്ങൾ. കുറച്ച് കത്തി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണോ, ഈ ബ്ലോവർ ഒന്ന് കൊടുക്കുക. അപ്പം നമ്മൾ കാണിച്ചാൽ ഇത് കൂട്ടാനും പറ്റും, കുറയ്ക്കാനും പറ്റും. പിന്നെ പെർഫോമൻസ് നിങ്ങൾ കണ്ടില്ലേ. ഇതൊരു ഫാനാണ്, ഇതൊരു കൺട്രോളിങ് സിസ്റ്റമാണ്. ഇത്രേ ഉള്ളൂ. ആദ്യം നമ്മൾ എന്താ വെച്ചാൽ ഉണങ്ങിയ വിറക് നിങ്ങൾ എന്താ വെച്ചാൽ ആദ്യം ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്കൂടെ കുറച്ച് വിറക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ആയിരിക്കും. ഇതൊരു ബ്ലൂ ഫ്ലേവർ ആയിരിക്കും കത്തുന്ന സമയത്ത്. ഇതിൻ്റെ ഓക്സിജനാണ് സിസ്റ്റങ്ങളാണ് ഇതിലുള്ളത്. ഇത് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സിസ്റ്റം നിങ്ങൾ മറക്കരുത് എപ്പോഴും. ഇപ്പോൾ ഇതാ കൂട്ടി, ഇപ്പോൾ ഇതാ കുറഞ്ഞ്, ഇപ്പോൾ കുറയ്ക്കാൻ പറ്റും. ഈ ഒരു കണലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെയ്ച്ചോറ്, ബിരിയാണി എന്ത് വെച്ച് കഴിഞ്ഞാലും പിന്നെ ആ കണൽ മാത്രം നിങ്ങൾക്ക് മതി, എന്ത് വെക്കാൻ. കമ്പനി വരുന്ന കോഴിക്കോട് ജില്ലയിൽ ചെറുവണ്ണൂരാണെങ്കിലും നമ്മളെ കൊണ്ടോട്ടി അങ്ങാടിയിൽ, അതും പഴങ്ങാടി റൂട്ടിൽ കൗജു ഹോട്ടലിന്റെ തൊട്ടടുത്തായിട്ടായിട്ടോ നാർ